Happy Land presents വലിയ പെരുന്നാൾ 2024 ഹാപ്പി ലാൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് തിരുവനന്തപുരം. powered by Cubes International Group, co-powered by Pochil Jewelry, co-presents Ahilya School of Engineering and Technology. This program is brought to you by Happy Gold. തൗഹീദിന്റെ വഴിയിൽ ത്യാഗസമ്പന്നരായ ഒരു പിതാവിൻ്റെയും മകൻ്റെയും സ്മരണകളിരമ്പുന്നു. ത്യാഗം നമ്മുടെ ജീവിതവ്രതമാകട്ടെ. ലോകമെമ്പാടുമുള്ള എല്ലാവരും ഇന്ന് ബക്രീദ് അഥവാ ബലിപ്പെരുന്നാൾ ആഘോഷിക്കുകയാണ്. എല്ലാവർക്കും സ്പെഷ്യൽ ബക്രീദ് ആശംസകൾ. നമുക്ക് തുടങ്ങാം നമ്മുടെ ഷോ വലിയ പെരുന്നാൾ 2024. നമസ്കാരം, എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരു മലയാളിക്കൂട്ട് എന്ന സെഗ്മെന്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ക്യൂബ്സ് ഇന്റർനാഷണലിന്റെ അമരക്കാരനായിട്ടുള്ള മുഹമ്മദ് ഷെരീഫ് സാറാണ്. സാറിനെ നമുക്ക് പ്രോഗ്രാമിലേക്ക് വെൽക്കം ചെയ്യാം. വെൽക്കം സർ. താങ്ക് യു. അപ്പോൾ എങ്ങനെയാണ് ക്യൂബ്സ് ഇന്റർനാഷണൽ ഇത്രയും എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് ഇത്രയും സക്സസ് ആയിട്ട് ഇന്ന് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്? സോ അതിൻ്റെ ഒരു ജേർണി കാര്യങ്ങളൊക്കെ നമ്മുടെ അടുത്തൊന്ന് പറയാമോ? തീർച്ചയായിട്ടും. ക്യൂബ്സ് ഇന്റർനാഷണൽ സ്റ്റാർട്ട് ചെയ്തത് 2011 ദോഹയിൽ വെച്ചിട്ടായിരുന്നു കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. 2017 നമ്മൾ ഇന്ത്യയിൽ ഫസ്റ്റ് കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. UAE 2020 സ്റ്റാർട്ട് ചെയ്തത്. ആഫ്റ്റർ കോവിഡാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇനിയിപ്പോൾ നമ്മൾ US രജിസ്റ്റേർഡ് ആണ് കമ്പനി. നമ്മുടെ അതിൻ്റെ ഓപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. സോ എന്താണ് ക്യൂബ്സ് ഇന്റർനാഷണൽ? അതുപോലെ തന്നെ എത്ര കമ്പനീസ് ആണ് ക്യൂബ്സ് ഇന്റർനാഷണലിലുള്ളത്? നമ്മൾ 2011 സ്റ്റാർട്ട് ചെയ്ത കമ്പനി ക്യൂബ്സ് ട്രേഡിംഗ് ആൻഡ് കോൺട്രാക്ടിങ് ആയിരുന്നു. പിന്നീട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് 2017 ഇന്ത്യയിൽ നമ്മൾ ആദ്യമായി സ്റ്റാർട്ട് ചെയ്തത് ക്യൂബ്സ് ലോജിസ്റ്റിക്സ് ആയിരുന്നു. ഇപ്പോൾ നമുക്ക് ക്യൂബ്സ് ലോജിസ്റ്റിക്സിന് UAE ഓഫീസുണ്ട്. പിന്നെ നമുക്ക് ഇന്ത്യയിൽ തന്നെ ക്യൂബ്സ് ഇന്റർനാഷണൽ ഡെവലപ്പേഴ്സ്, സൈക്കോ ഡിസൈൻസ് എന്ന ആർക്കിടെക്ചർ ഫേം ഉണ്ട്. പിന്നെ മീഡിയ പ്രൊഡക്ഷനിൽ ക്യൂബ്സ് എൻ്റർടൈൻമെൻറ്റ്സ് എന്ന കമ്പനി കൂടിയുണ്ട്. ക്യൂബ്സ് ഇന്റർനാഷണൽ ഇന്ത്യയിലേക്ക് എത്തിയത് എങ്ങനെയാണ്? സോ അതിൻ്റെ ഒരു ജേർണി ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറയാമോ? ആക്ച്വലി ഇന്ത്യയിൽ കമ്പനി സെറ്റപ്പ് ചെയ്യാനുള്ള ഒരേ ഒരു കാരണം എൻ്റെ മദറായിരുന്നു. പക്ഷേ ഇന്ത്യയിലേക്ക് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റി ഇവിടെയാണുള്ളത്. ആക്ച്വലി മിഡിൽ ഈസ്റ്റിനേക്കാളും, ഞാൻ മിഡിൽ ഈസ്റ്റ് ഓപ്പർച്യൂണിറ്റി കുറവാണെന്നല്ല, പക്ഷെ ഇന്ത്യ ഒരു വലിയൊരു കൺട്രി ആയതുകൊണ്ട് തന്നെ ഇവിടെ ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ ഞാനത് പരമാവധി യൂട്ടിലൈസ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നീട് നമ്മളിവിടെ ഒരു ഫീസിബിൾ സ്റ്റഡി നടത്തി, നമ്മൾ എന്ത് ബിസിനസ്സാണ് ഇന്ത്യയിൽ ചെയ്യാമെന്നുള്ളത്. അങ്ങനെ ഇനീഷ്യൽ തോട്ടിൽ വന്നത് ഒരു ഫെസിലിറ്റി മാനേജ്മെൻറ്റ് കമ്പനിയായിരുന്നു. പിന്നെ ഞാൻ ഒരു ടീമിനെ ക്രിയേറ്റ് ചെയ്തു. ടീമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഉണ്ടായൊരു തോട്ടായിരുന്നു ലോജിസ്റ്റിക്സ്. ഒരു ബിസിനസ്മാൻ എന്നുള്ള നിലയ്ക്ക് 14 വർഷത്തെ ഈ ഒരു ജേർണിയിൽ ഒത്തിരി സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ള പീരീഡ്സ് ഉണ്ടായിട്ടുണ്ടാവാം. അതൊക്കെ ഓവർകം ചെയ്തിട്ടും ഉണ്ടാവുമല്ലോ. സോ നമ്മളുടെ പ്രേക്ഷകരോട് അങ്ങനെ ഒരു സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ള പീരീഡ് പെട്ടെന്ന് മെമ്മറിയിൽ വരുന്ന ഏതാണ് ഷെയർ ചെയ്യാനുള്ളത്? ദോഹയിൽ സ്റ്റാർട്ട് ചെയ്ത കമ്പനി തുടങ്ങിയ സമയത്ത് എനിക്ക് വെറും 10 എംപ്ലോയീസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഒരു 1.5 ഇയേഴ്സോളം ഞാൻ നല്ല ഒരു സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. 2014 എനിക്കത് 1300 സ്റ്റാഫിലേക്ക് ആ കമ്പനി എത്തിക്കാൻ പറ്റി. അത് ഞാൻ അവിടെ ഒരു ഗിവ് അപ്പ് ചെയ്യാത്തത് കൊണ്ട് മാത്രമായിരുന്നു എനിക്ക് ആ ഒരു സിറ്റുവേഷനിൽ എത്താൻ പറ്റിയത്. പിന്നെ ഏറ്റവും വലിയ സ്ട്രഗിൾ ഞാൻ അനുഭവിച്ചത് ആക്ച്വലി നാട്ടിൽ വന്നിട്ട് തന്നെയായിരുന്നു. ഇന്ത്യയിൽ വന്നപ്പോൾ ഞാൻ ഈ ലോജിസ്റ്റിക്സ് തുടങ്ങിയ സമയത്ത് ഞാൻ ഒരു ടീമിനെ ക്രിയേറ്റ് ചെയ്ത് ആക്ച്വലി ഞാൻ ലോജിസ്റ്റിക്സ് എക്സ്പെർട്ട് അല്ല, എനിക്ക് അതിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാളുമല്ല. ഞാൻ ഈ ടീമിൽ വിശ്വസിച്ചിട്ടാണ് ആ കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. ആക്ച്വലി ഒരു 1 ഇയറോളം കമ്പനി നല്ല രീതിയിൽ ലോസിലായിരുന്നു പോയിരുന്നത്. പക്ഷേ ഈ ടീം ആഫ്റ്റർ 1 ഇയർ എല്ലാവരും റിസൈൻ ചെയ്ത് പോയി. അതായത് നമ്മളൊരു മാനേജ്മെൻറ്റ് ലെവലുണ്ടായിരുന്ന ടീം എല്ലാവരും റിസൈൻ ചെയ്ത് പോയി. അപ്പോൾ ആക്ച്വലി എൻ്റെ ഒരു മെൻറ്റർ പോലെ എനിക്ക് എപ്പോഴും എനിക്കൊരു ഭയങ്കര സ്നേഹമുള്ളൊരു ഒരാളുണ്ട്. ഞാൻ പുള്ളിയെ മാത്രമേ വിളിച്ചത്. പുള്ളിയെ എന്നെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്തു. ഞാൻ ആ സ്ട്രഗിൾ ചെയ്യുന്ന സമയത്താണ് പുള്ളിനെ വിളിച്ചത്. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് പുള്ളി ആ കമ്പനിയിലേക്ക് വന്നു. ആ പുള്ളി വന്നത് എനിക്ക് ആ കമ്പനിയിലേക്ക് വലിയൊരു മാറ്റം കൊണ്ടുവരാൻ പറ്റി. അതിനുശേഷം നമ്മൾ പുതിയൊരു ടീം ബിൽഡ് ചെയ്യുക ചെയ്തത്. ആ ടീം ഇന്നും ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്. സോ എന്തൊക്കെ അച്ചീവ്മെൻറ്റ്സ് ആണ് ക്യൂബ്സ് ഇന്റർനാഷണൽ ഇതുവരെ കിട്ടിയിട്ടുള്ളത്? അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് പറയാമോ? അപ്പോൾ അച്ചീവ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഞാൻ കൂടുതൽ സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ലോജിസ്റ്റിക്സിലാണ്. അപ്പോൾ അതിൻ്റെ അച്ചീവ്മെൻറ്റ് പറയുന്നതാണ് എനിക്ക് കുറച്ചും കൂടി ഈസി. 2017 തുടങ്ങിയ ലോജിസ്റ്റിക്സ് കമ്പനി
നമ്മൾ കൊച്ചിനിലാണ് ഓഫീസ് സ്റ്റാർട്ട് ചെയ്തത്. ഇന്ന് കൊച്ചിയിലെ അതല്ലെങ്കിൽ കേരളത്തിലെ ഒരു വൺ ഓഫ് ദ ടോപ്പ് കമ്പനിയിലേക്ക് ലോജിസ്റ്റിക്സ് മാറിയിട്ടുണ്ട്. അതിന് തെളിവ് പറയാനായിട്ട് റീഫർ കണ്ടെയ്നേഴ്സ്, പെരിഷബിൾ ഗുഡ്സിൻ്റെ റീഫർ കണ്ടെയ്നേഴ്സിൽ മോണോപ്പൊളി ആയിട്ട് തന്നെയാണ് ക്യൂബ്സ് ലോജിസ്റ്റിക്സ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അപ്രോക്സിമേറ്റ് ഒരു 600 to 650 TEUs കണ്ടെയ്നേഴ്സ് നമ്മൾ പെർ മന്ത് നമ്മളിവിടുന്ന് ചെയ്യുന്നുണ്ട്, കൊച്ചിൻ പോർട്ടിൽ നിന്ന് മാത്രമായിട്ട്. ഇതാണ് എനിക്ക് ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് ആയിട്ട് പറയാനുള്ളത്. ലാസ്റ്റ് ഇയർ ഫ്രൈറ്റ് ഫോർവർഡർ ഓഫ് ദി ഇയർ കേരള ക്യൂബ്സ് ലോജിസ്റ്റിക്സ് ആയിരുന്നു, ഫ്രൈറ്റ് ഫോർവേഡിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ. ഈ വർഷവും നമ്മൾ തന്നെയാണ്. സോ ഫാമിലിയെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എന്ന് പറയാമോ? ഫാമിലി, ഞാൻ ഒറ്റ മകനാണ്. എൻ്റെ ഫാദർ എനിക്ക് 6 വയസ്സുള്ളപ്പോൾ മരണപ്പെട്ടു. എൻ്റെ മദർ ഇപ്പം മരണപ്പെട്ട് 8 വർഷമായി. പിന്നെ ഒരു ഭാര്യ, 2 മക്കൾ. ഭാര്യയുടെ പേര് ജുമാന എന്നാണ്, മക്കളുടെ പേര് ഫ്രയ മറിയം, അയ മറിയം. ഒരാൾക്ക് 9 വയസ്സും ഒരാൾക്ക് 7 വയസ്സും. എന്തൊക്കെയാണ് ക്യൂബ്സ് ഇൻ്റർനാഷണലിൻ്റെ ഫ്യൂച്ചർ പ്ലാൻസ് എന്ന് പറയുന്നത്? ഫ്യൂച്ചർ പ്ലാൻസ് എന്ന് പറയുമ്പോൾ ഇനി ലോജിസ്റ്റിക്സിൻ്റെ ഒരു എക്സ്പാൻഷൻ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സൗദി നമ്മൾ എത്രയും പെട്ടെന്ന് കമ്പനി അവിടെ ഓപ്പൺ ആവും. പിന്നെ മുംബൈ പ്ലാൻ ചെയ്യുന്നുണ്ട്, തൂത്തുക്കുടി പ്ലാൻ ചെയ്യുന്നുണ്ട്, ഇന്ത്യയിൽ തന്നെ പല സിറ്റീസിലും നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇനി ട്രിവാൻഡ്രം നമ്മളുടെ വിഴിഞ്ഞം പോയിട്ട് വരുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മളുടെ ഓഫീസ് അവിടെ ഉണ്ടായിരിക്കും. പിന്നെ ഇപ്പോൾ നമ്മൾ മൂവി പ്രൊഡക്ഷനിൽ കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയും നമ്മൾ മൂവീസ് ചെയ്യാനുള്ള പ്ലാനിലാണുള്ളത്. ഇപ്പോൾ നമ്മൾ ഓൾറെഡി മൂവി നടന്നുകൊണ്ടിരിക്കുകയാണ്. ബാക്ക് ടു ബാക്ക് ആയിട്ട് മൂവീസ് കൊണ്ടുവരാൻ തന്നെയാണ് ക്യൂബ്സ് എൻ്റർടൈൻമെൻറ്റ്സ് പ്ലാൻ ചെയ്യുന്നത്. ക്യൂബ്സ് ഇൻ്റർനാഷണൽ ഇനിയും എല്ലാ ഫീൽഡിലും ആ ഒരു കയ്യൊപ്പ് പതിപ്പിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഫ്യൂച്ചറിൽ. അതുപോലെ തന്നെ നമ്മളുടെ കൂടെ ഇത്രയും ടൈം സ്പെൻഡ് ചെയ്തതിന് സാറിന് ഒത്തിരി നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും ഒരു മലയാളിക്കൂട്ട് എന്ന ഈ ഒരു സെഗ്മെന്റ് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു സെഗ്മെന്റിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ. ഹാപ്പി ലാൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് തിരുവനന്തപുരം. Ahalya, Kerala's largest EduHealth campus, offers various UG and PG courses. Ahalya, a place for quality learning. പെരിയാർ റൈസ്, പാരമ്പര്യത്തിന്റെ തനതായ രുചി, ആരോഗ്യത്തിന്റെ മികവാർന്ന ചേരുവകൾ, മലയാളിയുടെ മറ്റ് വിശിഷ്ട പ്രാതൽ വിഭവങ്ങളും. പെരിയാർ റൈസ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ക്യൂബ്സ് ഇൻ്റർനാഷണലിൻ്റെയും വലിയ പെരുന്നാൾ ആശംസകൾ. താങ്ക് യു വെരി മച്ച്. ത്യാഗത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും സന്ദേശവുമായി വീണ്ടും ഒരു ബലിപ്പെരുന്നാൾ കൂടി. എല്ലാവർക്കും കോമ്പസ് ഗ്ലോബൽ ഹോൾഡിംഗ് ഗ്രൂപ്പിൻ്റെയും എൻ്റെയും ബലിപ്പെരുന്നാൾ ആശംസകൾ. ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും സന്ദേശവുമായി മറ്റൊരു ബലിപെരുന്നാൾ നമ്മുടെ മുന്നിലെത്തുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ജാം ഹോം പ്രോപ്പർട്ടീസിൻ്റെ ബലിപെരുന്നാൾ ആശംസകൾ. താങ്ക് യു. ത്യാഗത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയുമായ ബലിപെരുന്നാളിൻ്റെ നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. എല്ലാവർക്കും ഐഡിയൽ സൺ ഗ്രൂപ്പിൻ്റെ പേരിലുള്ള ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും സന്ദേശമായി വീണ്ടും ഒരു ബലിപെരുന്നാൾ വരികയാണ്. ഏവർക്കും സ്മൈൽ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ബലിപെരുന്നാൾ ആശംസകൾ. നമസ്കാരം, ഞാൻ ഷാജി ഷംസുദ്ദീൻ, അലി മെഡിക്കൽ സെൻറ്റർ, ദൈറ, ദുബായ്. ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും മറ്റൊരു ബലിപെരുന്നാൾ കൂടി കടന്നു വരികയാണ്. എൻ്റെയും അലി മെഡിക്കൽ സെൻ്ററിൻ്റെയും സിറ്റി റിലീഫ് എക്സ്പ്രസ് ക്ലിനിക്കിൻ്റെയും സിറ്റി റിലീഫ് ഫാർമസിയുടെയും ബലിപെരുന്നാൾ ആശംസകൾ. എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹാപ്പി ഗോൾഡ് പെരുന്നാൾ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് ആലപ്പുഴയിലുള്ള ചേർത്തലയിലുള്ള ഹാപ്പി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലാണ്. പെരുന്നാൾ അനുബന്ധിച്ച് കുറേയേറെ കളക്ഷൻസ് ആണ് നമുക്ക് ഇന്ന് ഇവിടെ കാണാൻ വേണ്ടിയിട്ടുള്ളത്. സോ അതൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. നമ്മളിനി പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ ഹാപ്പി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചേർത്തലയിലെ മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള അനീഷ് സാറിനെയാണ്. വെൽക്കം സർ. സോ തീർച്ചയായിട്ടും ഇത്രയും ഒരു സക്സസ്ഫുൾ ആയിട്ട് ഒരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുന്നതിന് പിന്നിൽ കുറച്ച് സ്ട്രെങ്ത് ഉണ്ടാവുമല്ലോ. സോ നമ്മളുടെ ഫാമിലി എല്ലാവരും നല്ല സപ്പോർട്ടാണോ, പിന്നെ നമുക്ക് എത്രത്തോളം ഗ്രോത്ത് ആണ് ഫസ്റ്റ് ടു ഈ ഒരു നിമിഷം വരെ ഉള്ളത്, അപ്പോൾ അത് കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. സോ എന്തായാലും ഞാൻ കേട്ടത് വെച്ചിട്ട് ഒത്തിരി ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസ് ആണ് മെയിനായിട്ട് ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റ്, നമ്മളിപ്പോൾ റിവ്യൂ ഒക്കെ കേട്ടപ്പം ഒത്തിരി അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലും കാര്യങ്ങളൊക്കെ പോകുന്നത്. സോ എന്താണ് ആ ഒരു ഫസ്റ്റ് തൊട്ട് ഇവിടെ വരെ നിൽക്കുന്നതിന് ഒരു ജേർണി ഉണ്ടാവുമല്ലോ. സോ ഇനി നമുക്ക് എത്ര ഷോറൂംസും കാര്യങ്ങളൊക്കെ ആണെന്നുള്ള വിശേഷമൊക്കെ നമ്മളുടെ പ്രേക്ഷകരോട് പറയണം. അപ്പം നമുക്ക് ഫസ്റ്റ് എവിടെ നിന്നാണ് തുടങ്ങിയത് എന്നുള്ളൊരു സ്റ്റാർട്ടിങ് പോയിന്റ് തൊട്ട് തുടങ്ങാം അല്ലേ? നമ്മുടെ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു 4 കൊല്ലം മുമ്പായിരുന്നു. അന്ന് ഇത് ഇത്രയും വലുതല്ല, ഒരു ഫസ്റ്റ് ഒരു ഒറ്റ ഷട്ടർ ഉണ്ടായിരുന്നുള്ളൂ. അതിന് ശേഷമാണ് നമ്മൾ ഒരു
1 ഇയർ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞ പോലെ തന്നെ മറ്റു വലിയ ഷോപ്പാക്കി എടുത്തു. ഇനിയിപ്പോൾ ഇതിൻ്റെ ബാക്കിലോട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. കുറച്ച് ദിവസം കൂടി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ചുകൂടി ബാക്കിലോട്ടൊക്കെ ആക്കി ഇച്ചിരി വലുതാക്കിയിട്ടുള്ള ഒരു ഇതിലാണ് കൊണ്ടുപോകുന്നത്. പിന്നെ നമ്മുടെ ഷോപ്പ് ഒരു 7 കിലോമീറ്റർ മാറി ഒരു ഷോപ്പുണ്ട്, ഹാപ്പി വേൾഡ് എന്ന് പറഞ്ഞ്. കഴിഞ്ഞ ഒക്ടോബർ 25-ാം തീയതി ആയിരുന്നു ആ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തത്. സ്റ്റാർട്ട് ചെയ്ത ദിവസം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം സൈലൻ്റായിട്ട് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യണത്. കാര്യം ഈ പറഞ്ഞ പോലെ നാളെ എന്താകുമെന്നൊന്നും അറിയാൻ മേല. ഇവിടെയാണെങ്കിലും സ്റ്റാർട്ട് ചെയ്തപ്പോഴും ഇതിൻ്റെ മുകളിൽ നമ്മൾ ഇതിന് മുമ്പ് അതിനും ഒരു 3 കൊല്ലം മുമ്പ് നമ്മുടെ ഈ ഷോപ്പിൻ്റെ തന്നെ മുകളിലായിരുന്നു. അവിടെ നമ്മൾ ചെറിയ രീതിയിലാണ് ഇതുപോലെ തന്നെ സ്റ്റാർട്ട് ചെയ്തത്. അതിന് ശേഷമൊക്കെയാണ് ഇത് വളരെ പതുക്കെയാണ്, ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് നമ്മളിങ്ങനെ ഇത് വന്നത്. അല്ല ഒറ്റ അടിക്ക് വന്ന ഒരു സംഭവമല്ല. പെട്ടെന്ന് കാണുമ്പം എല്ലാവരും ഓർക്കും ഇത്ര പെട്ടെന്ന് ആണ് അവരുടെ ഇത്. അല്ല, കുറച്ച് താമസം ഉണ്ടായിരുന്നു. വീഡിയോസൊക്കെ ഇടാൻ തുടങ്ങിയത് ഏകദേശം 2 കൊല്ലമായിട്ടുള്ളൂ. 2 കൊല്ലം കൊണ്ടാണ് വീഡിയോസൊക്കെ വരാൻ തുടങ്ങിയത്. സോ നമ്മൾ എന്തായാലും പരിശുദ്ധമായിട്ടുള്ള സ്വർണ്ണമാണ് എല്ലാ മലയാളികളും, അല്ലെങ്കിൽ ലോകത്ത് ആര് സ്വർണ്ണം എടുത്താലും എത്രത്തോളം നല്ലതാണ്, ക്വാളിറ്റി എത്രത്തോളം എന്ന് ചെക്ക് ചെയ്യും. ഈ ഒരു വിലക്കുറവ് കാണുമ്പോൾ അവരൊരു ഡൗട്ട് അടിക്കും ക്വാളിറ്റി നല്ലതാണോ എന്നൊക്കെ. സോ അപ്പോൾ ആ ക്വാളിറ്റി എത്രത്തോളം നമ്മളിവിടെ ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്? സത്യത്തിൽ വിലക്കുറവെന്ന് പറയുന്നത് നമ്മുടെ സ്വർണ്ണവില, എല്ലാവരുടെയും സ്വർണ്ണവില തന്നെയാണ് നമ്മുടെ സ്വർണ്ണവില. പിന്നെ ക്വാളിറ്റി അതിനകത്ത് കോംപ്രമൈസ് ഇല്ല, കറക്റ്റ് ക്വാളിറ്റി കൊടുക്കുക തന്നെയാണ്. ഈ ജ്വല്ലറി മാത്രമല്ല, ഇന്നത്തെ കാലത്ത് എല്ലാ ജ്വല്ലറിയും അങ്ങനെ തന്നെ കീപ്പ് ചെയ്തുകൊണ്ടാണ് പോകണം. കാര്യം ക്വാളിറ്റിയിൽ ഒരു പ്രശ്നം വന്നാൽ അത് വിഷയമാവുന്നുള്ള കാര്യം, അതിപ്പോൾ ലീഗലി ഒരു വിഷയമാവുന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ക്വാളിറ്റിയുടെ കാര്യത്തിൽ കോംപ്രമൈസ് ഒന്നുമില്ല. ക്വാളിറ്റി അത് തന്നെ നല്ല പക്ക ക്വാളിറ്റി. അതെ, HOD ആഭരണം ആണ് നമ്മൾ ഇവിടെ ഇത് ചെയ്യുന്നത്. ഒരു പകുതി കടമുറിയിൽ തുടങ്ങിയതാണ് നമ്മളുടെ ഈ ഹാപ്പി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. അപ്പോൾ അന്ന് തൊട്ട് ഇന്ന് വരെ എന്തായാലും ഒരു വലിയ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. സോ ആ മുന്നേറ്റത്തിൻ്റെ ആ ഒരു അടയാളമാണ് ഇപ്പോൾ നമ്മളുടെ 2ാമത്തെ ഷോറൂമും ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. സോ അതെവിടെയാണ്, ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ പ്രേക്ഷകരോടൊന്ന് പറയാമോ? നമ്മുടെ 2ാമത്തെ ഷോറൂം വരുന്നത് നമ്മുടെ തന്നെ സ്ഥലമായി, അതായത് ഞാൻ വളർന്നു വന്ന സ്ഥലം തന്നെയാണ്. ഞാനും എൻ്റെ ബ്രദറും കൂടിയാണ് കേട്ടോ ഇത് സ്ഥാപനം. എൻ്റെ സ്വന്തം ബ്രദറാണ്, പാർട്ട്ണർഷിപ്പിലാണ് ഞങ്ങൾ രണ്ടുപേരും. അപ്പം അരീപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവിടെയാണ് നമ്മുടെ ഒരു ഷോപ്പ് ഇപ്പോൾ ഉള്ളത്. കഴിഞ്ഞ ഒക്ടോബർ 25-ാം തീയതി ആയിരുന്നു നമ്മുടെ ഷോപ്പ് ഓപ്പൺ ചെയ്തത്. എല്ലാം സൈലൻ്റായിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. കാര്യം കൂടുതൽ നമ്മൾ ഒരു വലിയൊരു സെറ്റപ്പിലോട്ടൊക്കെ നമ്മളൊന്നും കാണിക്കുന്നില്ല. കാര്യം എല്ലാം സൈലൻറ്റ് മതി, ഇരുന്നിട്ട് കാല് നീട്ടുക എന്നുള്ള ഒരു ഇതുണ്ട്. അപ്പം അതുകൊണ്ട് എല്ലാം സൈലൻ്റായിട്ട് തന്നെയാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. കാര്യം നാളെ സമയത്ത് നമുക്ക് എന്താവുമെന്ന് നമുക്ക് അറിയത്തില്ല അല്ലേ. ഒരു കൊറോണ വന്നപ്പോൾ തന്നെ നമുക്കറിയാം എന്തൊക്കെ സ്ട്രഗിൾ ചെയ്തു എല്ലാവരും. ഇനി അടുത്തൊരു കൊറോണയാണോ ഇനി മറ്റെന്തെങ്കിലും ആണോ എന്നും നമുക്കറിയത്തില്ല. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം കീപ്പ് ചെയ്ത് അത്രത്തോളം ഇത് ചെയ്യാൻ പറ്റുമോ അത് നമ്മളൊരു സൈലൻ്റായിട്ട് പോവുക, അത്രയേ ഉള്ളൂ ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മളൊരു കോട്ടയം സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ഇത് നോക്കുന്നുണ്ട് അടുത്ത് തന്നെ. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പതുക്കെ ഈ ഒരു ഇലക്ഷൻ ടൈമൊക്കെ ആയതുകൊണ്ടാണ് അത് കുറച്ചുകൂടി കഴിഞ്ഞതിന് ശേഷം നോക്കാമെന്ന് വിചാരിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ വെഡ്ഡിംഗ് സെറ്റൊക്കെ ഏതൊരു റേറ്റ് മുതലാണ്, അല്ലെങ്കിൽ എത്ര പവൻ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? നമുക്ക് വെഡ്ഡിംഗ് സെറ്റ് 2.5 പവൻ തൊട്ട് 2 പവൻ തൊട്ട് അതെ 2.5 പവൻ തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട്. എനിക്ക് തോന്നുന്നു കുറേ നാളായിട്ട് യൂട്യൂബേഴ്സും ഒക്കെ ഇവിടെ വന്ന് ഒത്തിരി പേര് അതിൻ്റെ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. മാമും കണ്ടിട്ടുണ്ടാവും അല്ലേ? അപ്പം ഈ പറഞ്ഞ പോലെ ഒത്തിരി പേര് നമ്മുടെ ഈ 2.5 പവൻ 2 പവൻ്റെ ഉണ്ട്, 3 പവൻ്റെ ഉണ്ട്. അത് ഓരോരുത്തരുടെ ബഡ്ജറ്റ്. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു 3 ലക്ഷം രൂപയുണ്ട്. ഈ 3 ലക്ഷം രൂപയ്ക്ക് നമുക്ക് എത്ര ഐറ്റംസ് നമുക്ക് എന്തൊക്കെ എടുക്കാം. ചിലപ്പോൾ അവർ പറയും എൻ്റെ കയ്യിൽ ഈ പറഞ്ഞ പോലെ കമ്മലും ഇതെല്ലാം ഉണ്ട്, അല്ലെങ്കിൽ വളകളുണ്ട്, എനിക്ക് നെക്ലേസ് മാത്രം മതി. അപ്പോൾ ആ നെക്ലേസ് മാത്രം നമ്മൾ കീപ്പ് ചെയ്യും. ഇനി അതല്ല എൻ്റെ കയ്യിൽ ഒന്നുമില്ല, എനിക്ക് 3 പവനിൽ എല്ലാം എത്തിക്കണം എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ചുള്ളത് നമ്മൾ സെറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കും. അത് തന്നെയാണ് നമ്മുടെ ഒരു വിജയം. ഇന്നത്തെ ഹാപ്പി ഗോൾഡ് പെരുന്നാൾ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കുറേ കളക്ഷൻസ് നമ്മൾ ഇവിടെ കണ്ടല്ലേ. സോ എല്ലാം കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളതായിരുന്നു. സോ ഇന്നത്തെ ഈ ഒരു സെഗ്മെൻറ്റ് ഇവിടെ കംപ്ലീറ്റ് ചെയ്യുകയാണ്. സോ താങ്ക് യു സോ മച്ച് എവരിവൺ. ബൈ. ഹാപ്പി ലാൻഡ് വലിയ പെരുന്നാൾ വിശേഷങ്ങളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അഞ്ജു ശ്രീകണ്ഠൻ. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ UAE തന്നെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റ് ആയിട്ടുള്ള സഫാരി ഹൈപ്പർ മാർക്കറ്റിലാണ്. ഇന്ന് ഇവിടെ വരുന്ന കസ്റ്റമേഴ്സുമായിട്ടാണ് നമ്മുടെ ഈ ഒരു പെരുന്നാൾ വിശേഷങ്ങൾ പങ്കിടാൻ പോകുന്നത്. ചെറിയ കുട്ടികൾ മുതൽ വലിയവർക്ക് വരെ ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലേസ് ആണ് നമ്മുടെ ട്രിവാൻഡ്രത്ത് വെഞ്ഞാറമൂടുള്ള ഹാപ്പി ലാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വരുന്ന ആളുകൾക്ക് നമ്മൾ ആ ഒരു ഗിഫ്റ്റ് വൗച്ചർ കൊടുക്കുകയാണ്. അത് എങ്ങനെയാണ് എന്തുകൊണ്ടെന്നൊക്കെയുള്ളത് നമുക്ക് വഴിയെ കണ്ടറിയാം. അതിലേക്ക് പോകാം. ഹാപ്പി ലാൻഡ് ഈദ് വിശേഷങ്ങളിൽ ഇന്നും നമ്മളോടൊപ്പം ഒരു ഫാമിലി എത്തിച്ചേർന്നിട്ടുണ്ട്. നാട്ടിലെവിടെയാണ്? കണ്ണൂർ തന്നെയാണ്. പേരെന്താണ് ചേച്ചി? സ്വപ്ന. ശോഭന. സ്വപ്ന. കിരൺ.
ഗൗതം. ഗൗതം. പ്രജോഷ്. പ്രജോഷ്. അമൃത. അമൃത. ഹലോ, എന്റെ കുഞ്ഞമ്മയുടെ പേരെന്താണ്? ഗൗരി. ഗൗരി എന്നാണ്. ഓക്കെ, യു എയിൽ ഇവിടെ സെറ്റിൽഡ് ആണോ നിങ്ങളെല്ലാവരും? സെറ്റിൽഡ് ആണ്. ഓക്കെ, എവിടെയാണ്? ഷാർജയിലാണോ ദുബായിലാണോ? ഞാൻ അജ്മാനിലാണ്. ഷാർജയിലാണ്. ഓക്കെ, അപ്പോൾ ഇതിന്റെ വിശേഷങ്ങൾ എങ്ങനെയാണ് ഒന്ന് പറയാമോ? നിങ്ങൾ സാധാരണ ഇതൊക്കെ ആഘോഷിക്കാറുണ്ട്. നമുക്ക് കുറെ സുഹൃത്തുക്കളുണ്ട്. അപ്പൊ എല്ലാവരും കൂടി ഒന്നിക്കൽ എവിടെയെങ്കിലും കൂടും, വീട്ടിലായിരിക്കും. യാത്രങ്ങിനൊക്കെ പറ്റിയ സ്ഥലമാണല്ലോ സഫാരി. അങ്ങനെ എല്ലാ വീക്കിലും വരുന്നത്. അപ്പം 2 ഫാമിലി കൂടി എല്ലാ വീക്കിലും പർച്ചേസിംഗ് ഇവിടെ തന്നെയാണ്. A to Z കാര്യങ്ങൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ. എല്ലാം ഇവിടെ തന്നെ. അപ്പൊ ട്രിവാൻഡ്രത്ത് ഈ ഒരു ഹാപ്പി ലാൻഡ് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ഹാപ്പി ലാൻഡിൽ പോകാൻ താല്പര്യമുണ്ടോ? റൈഡ്സ് ഒക്കെ ഇഷ്ടല്ലേ? ഇഷ്ടല്ലേ? ഹാപ്പി ലാൻഡിൽ പോയാലോ? ഇഷ്ടമാണ്. ഇഷ്ടമാണ്. ഒരു കുസൃതി ചോദ്യം ചോദിക്കും, അപ്പൊ അതിന് ആൻസർ പറയണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹാപ്പി ലാൻഡിലേക്കുള്ള ഒരു വൗച്ചർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരും. ഓക്കെ, ചിരിക്കാൻ പറ്റുന്ന പക്ഷി, എപ്പോഴും ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുന്ന പക്ഷി. ഒരു കുസൃതി ചോദ്യം, എപ്പോഴും ചിരിക്കുന്ന ഒരു പക്ഷി. നമ്മളെ ചിരിക്ക് വേറൊരു വേടൊക്കെ യൂസ് ചെയ്യാറുണ്ട്. കുസൃതി ചോദ്യമാണ്. ആലോചിക്കൂ. ഹാപ്പി ലാൻഡിൽ പോണ്ടേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. കിട്ടുന്നില്ല. ചിരിക്ക് വേറൊരു കാര്യങ്ങൾ ചിരിക്ക് നമ്മൾ വേറെന്ത് പറയും? നമ്മൾ എപ്പോഴാണ് ചിരിക്കുക? ചിലർ വന്ന് കുട്ടികളെയൊക്കെ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അവരിങ്ങനെ ഭയങ്കരമായിട്ട് ചിരിക്കാറുണ്ട്. നമ്മൾ എന്താ ഇക്കിളി കൊടുക്കുമ്പോഴല്ലേ ചിരിക്കുന്നത്? ക്ലൂ എടുത്തിട്ടാട്ടോ പറഞ്ഞത്. ഇക്കിളി ചിരിക്കാൻ പറ്റുന്ന പക്ഷി ഏതാണ്? ഇക്കിളി. അപ്പൊ ഒത്തിരി സന്തോഷം. ഇത് കാര്യങ്ങളൊക്കെ ആഘോഷിക്കുക. അപ്പം ഹാപ്പി ലാൻഡിന്റെ ഗിഫ്റ്റ് വോച്ചേഴ്സ് ആണ് എല്ലാവർക്കും ഉള്ളതുണ്ട്. നാട്ടിൽ പോകുമ്പോൾ വരിക, ഇല്ലെങ്കിൽ ഫ്രണ്ട്സിന് കൊടുക്കുക. എല്ലാവരോടും പറയണം ഹാപ്പി ലാൻഡിൽ എത്താനായിട്ട്. ഓക്കെ, അപ്പൊ ഒന്ന് ക്യാമറയിൽ നോക്കി എല്ലാവരും ഹാപ്പി ലാൻഡ് എന്ന് പറഞ്ഞേ. ഹാപ്പി ലാൻഡ്. ഈദ് വിശേഷങ്ങൾ. അപ്പോൾ ഇന്നും സഫാരി മോളിൽ പർച്ചേസ് കഴിഞ്ഞിട്ടൊരു ഫാമിലിയെ നമുക്ക് കിട്ടിയിട്ട് ഒരു കുഞ്ഞു ആവ ഉണ്ട് അവരുടെ കൂടെ. അപ്പോൾ ഈദിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം. ഇപ്പൊ എക്സാം അല്ലേ? എക്സാം കഴിഞ്ഞിട്ട് വെക്കേഷനൊക്കെ അടിച്ചു പൊളിക്കാമല്ലോ അല്ലേ? അപ്പോൾ അമ്യൂസ്മെന്റ് പാർക്കൊക്കെ ഇഷ്ടമാണോ? ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, ഒന്ന് പോയാൽ മതിയല്ലേ? താല്പര്യം ഉണ്ടോ? ഉണ്ട്. ട്രിവാൻഡ്രത്തുള്ള നമ്മുടെ ഹാപ്പി ലാൻഡിന്റെ ഒരു ഗിഫ്റ്റ് വൗച്ചർ എൻ്റെ കയ്യിലുണ്ട്. അവിടേക്ക് പോകണമെങ്കിൽ ഞാനൊരു കുസൃതി ചോദ്യം ചോദിക്കും. അപ്പം അതിന് ആൻസർ പറയുമെങ്കിൽ ഇത് ഞാൻ തരും. കലണ്ടറിലുള്ള ഒരു ഫ്രൂട്ട് ഏതാണ്? കലണ്ടറിലുള്ള ഒരു ഫ്രൂട്ട്. അത് കുറച്ച് പാടുള്ള ക്ലൂ വേണോ? ക്ലൂ തരട്ടെ. ഇവിടെ ഉള്ള ഫ്രൂട്ടാണ് നമ്മുടെ കലണ്ടറിലുള്ള ഫ്രൂട്ട് ഡേറ്റ്സ്. അപ്പോൾ ഇനി നമ്മുടെ ഗിഫ്റ്റ് വോച്ചർ ഞാൻ തരാൻ പോവാണ്. അപ്പോൾ ട്രിവാൻഡ്രത്തുള്ള ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഒത്തിരി പേർക്കുള്ളതൊന്നുമില്ല, എന്നാലും കുറച്ച് പേർക്കുള്ളത് തരും. അപ്പോൾ ഇവിടെ ചേർന്നിട്ട് മേടിക്കുക. ഓക്കെ, അപ്പോൾ ട്രിവാൻഡ്രത്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ നമ്മുടെ ഹാപ്പി ലാൻഡിൽ വിസിറ്റ് ചെയ്യുക. ഹാപ്പി ലാൻഡ് ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ കുഞ്ഞു കുട്ടികൾ മുതൽ വലിയ ആൾക്കാർക്ക് വരെ ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസാണ് ഹാപ്പി ലാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടേക്ക് പോവുക, അല്ലെങ്കിൽ ട്രിവാൻഡ്രത്തുള്ള ഫ്രണ്ട്സിന് കൊടുക്കുക. ഓക്കെ, ഹാപ്പി ലാൻഡ് വലിയ പെരുന്നാൾ വിശേഷങ്ങളുടെ ഇന്നത്തെ ഒരു സെഗ്മെന്റ് എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. മറ്റൊരു സെഗ്മെന്റ് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ഗുഡ് ബൈ. നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും പോച്ചയിൽ ഹോം ഷോപ്പിയുടെ വലിയ പെരുന്നാൾ വിശേഷങ്ങളുടെ പുതിയൊരു സെഗ്മെന്റിലേക്ക് സ്വാഗതം. അടുത്തതായിട്ട് നമ്മൾ ദേ വന്നിരിക്കുന്നത് ഫ്രിഡ്ജിൻ്റെ സെക്ഷനിലാണ് കേട്ടോ. സോ നമ്മളുടെ സിംഗിൾ ഡോറ്, ഡബിൾ ഡോറ്, അങ്ങനെയായിട്ട് കുറേ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് നമ്മളുടെ ഫ്രിഡ്ജ് ഇവിടെ ഉണ്ട്. സോ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ സാറിനോട് ചോദിച്ചറിയാം. സോ എങ്ങനെയാണ് കാര്യങ്ങൾ? ഇതിൻ്റെ സിംഗിൾ ഡോറിനൊക്കെ ആണെങ്കിൽ എങ്ങനെയാണ് സ്റ്റാർട്ടിങ്? സ്റ്റാർട്ടിങ് നമുക്കൊരു 10,900 തൊട്ട് സ്റ്റാർട്ടിങ് വരും. ഓക്കെ. പിന്നെ ഡബിൾ ഡോർ ആകുമ്പോൾ നമുക്കൊരു 18,900 തൊട്ട് സ്റ്റാർട്ടിങ് വരും. ഓക്കെ. പിന്നെ വേറെ സൈഡ് ബൈ സൈഡ് ഉണ്ട്. ഈ ഒരു ടൈപ്പ് ഒക്കെ എന്ന് പറയുമ്പോൾ ഈ ടൈപ്പ് ഡബിൾ ഡോറാണ്.
ഡബിൾ ഡോർ ഡോർ ഓക്കെ ഡബിൾ ഡോറൊക്കെ നമുക്ക് സ്റ്റാർട്ടിങ് 18,900 18,900 ഓക്കെ. അപ്പൊ ഇതെന്ന് പറയുന്നത് സിംഗിൾ ഡോർ എത്ര സ്റ്റാർട്ടിങ് വരുന്നത്? 10,900 തൊട്ട്. ഓക്കെ. നമ്മുടെ എൽ ജിയുടെ ആണ്. അപ്പൊ എൽ ജിയുടെ എങ്ങനെയാണ് ഇത്? ഏത് മോഡലാണ്? എൽ ജിയുടെ സൈഡ് ബൈ സൈഡ് എന്ന് പറയുന്നത് സൈഡ് ബൈ സൈഡ് ആണ്. സൈഡ് ബൈ സൈഡ് സ്റ്റാർട്ടിങ് നമുക്കൊരു 55,900 തൊട്ട് സ്റ്റാർട്ടിങ് വരും. 55 അല്ലേ? 55. വൺ സൈഡ് ഫ്രീസർ വൺ സൈഡ് ഫ്രിഡ്ജ് വരും. പിന്നെ ഇത് കൺവേർട്ട് ചെയ്യാം, നമുക്ക് ഫ്രീസർ ഫ്രിഡ്ജ് ആക്കാം, അങ്ങനെ ചെയ്യാം. എല്ലാം ചെയ്യാം. അത് എൽ ജി ഉണ്ട്, സാംസങ് ഉണ്ട്, ഹെയർ ഉണ്ട്, ഗോദ്രേജ് ഉണ്ട്, എല്ലാ കമ്പനിയും ഉണ്ട്, ടോഷിബ ഉണ്ട്, എല്ലാ കമ്പനിയും ഉണ്ട്. ഇത് സാംസങ് ആണ്. സോ നമുക്ക് ഇവിടെ വാഷിംഗ് മെഷീൻ ഒക്കെ തന്നെ ഏതൊക്കെ മോഡൽസ് ആണുള്ളത്, അതുപോലെ തന്നെ ബ്രാൻഡ് ഏതൊക്കെയുണ്ട്, സ്റ്റാർട്ടിംഗ് പ്രൈസ് ഒക്കെ എങ്ങനെയാണ്? നമുക്കിവിടെ വാഷിംഗ് മെഷീൻ വരുമ്പോൾ ഫുള്ളി ഓട്ടോമാറ്റിക് തന്നെ ഫ്രണ്ട് ലോഡ് ഉണ്ട്, ടോപ്പ് ലോഡ് ഉണ്ട്. ഓക്കെ. ഇതിപ്പോൾ നമ്മൾ ഫ്രണ്ട് ലോഡാണ് നോക്കുന്നതെങ്കിൽ നമുക്കൊരു 23,900 തൊട്ട് സ്റ്റാർട്ടിംഗ് ഓക്കെ. അതൊരു 6 കിലോ എല്ലാ ബ്രാൻഡിന്റെയും ഉണ്ട് അല്ലേ? എല്ലാ ബ്രാൻഡ്. അപ്പോൾ ടോപ്പ് ലോഡ് ആണെങ്കിലോ? ടോപ്പ് ലോഡ് വരുവാണെങ്കിൽ നമുക്കൊരു 14,900 തൊട്ട് 14,900 തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട്. സോ ഇതാണ് നമ്മൾ വാഷിംഗ് മെഷീൻ ഒക്കെ കുറേ ബ്രാൻഡ്സിൽ കുറേ മോഡൽസിൽ തന്നെ ഉണ്ട്. ടോപ്പ് ഫ്രണ്ട് ലോഡ്സ് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ടി വിയിൽ എല്ലാ മോഡൽസും ഉണ്ട് അല്ലേ ഇവിടെ? എല്ലാ ബ്രാൻഡിന്റെയും തന്നെ. ഓക്കെ. അപ്പോൾ എങ്ങനെയാണ് സ്റ്റാർട്ടിങ് ഏത് റേറ്റ് തൊട്ടാണ്? 32 ആണ് നോക്കുന്നതെങ്കിൽ നമുക്ക് 6,900 തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട്. 43 ആണ് നോക്കുന്നതെങ്കിൽ നമുക്ക് 16,900 തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട്. ഓക്കെ. സോ അപ്പോൾ ഇതെല്ലാം EMI അവൈലബിൾ ആണ്? എല്ലാത്തിനും EMI അവൈലബിൾ ആണ്. ഓക്കെ. നമ്മുടെ ടി വി എൻറ്റയർ നമ്മളുടെ ഈ ഒരു കളക്ഷൻ മൊത്തം പല ബ്രാൻഡിൻ്റെയാണ് കേട്ടോ. ഇത് നമ്മളുടെ 62 അല്ലേ? 65 ആണ്. ഓക്കെ. 65ൻ്റെ ഹയറിൻ്റെ QLED ആണ് ഇത് വരുന്നത്. ചൂട് കാലത്ത് നമ്മൾ മലയാളികൾ ഒട്ടേറെ കഷ്ടപ്പെട്ടിരുന്നതാണല്ലേ. സോ തീർച്ചയായിട്ടും ഇവനാണ് നമ്മളുടെ AC ആണ് കുറേ പേരൊക്കെ രക്ഷിച്ചിട്ടുള്ളത് അല്ലേ? സോ അപ്പോൾ നമ്മളുടെ ACയുടെ സ്റ്റാർട്ടിംഗ് റേഞ്ച് ഒക്കെ എങ്ങനെയാണ്? AC സ്റ്റാർട്ടിംഗ് വരുമ്പോൾ നമുക്കിപ്പോൾ 23,900 തൊട്ട് അവൈലബിൾ ആണ്. ഓക്കെ. എല്ലാ ബ്രാൻഡും ഉണ്ട്? എല്ലാ ബ്രാൻഡുകളും അതിൻ്റെതായിട്ടുള്ള ബ്രാൻഡുകൾ 23,900 തൊട്ട് സ്റ്റാർട്ടിംഗ് തുടങ്ങും. 23,900 എല്ലാ ബ്രാൻഡുകളും നമുക്ക് കൊണ്ടുവരാൻ മിറ്റ്സുബിഷി, കരിയർ, ഓ ജനറൽ, ഇതെല്ലാം അവൈലബിൾ ആണ്. എല്ലാത്തിനും EMI അവൈലബിൾ? എല്ലാത്തിനും EMI അവൈലബിൾ. നമ്മുടെ പോച്ചയിൽ ഹോം ഷോപ്പിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് പോലെ തന്നെ എല്ലാ ബ്രാൻഡിൻ്റെയും മൊബൈൽ ഫോൺസും അവൈലബിൾ ആണ്, സ്മാർട്ട് ഫോൺസ് അവൈലബിൾ ആണ്. സോ നമ്മുടെ സ്റ്റാർട്ടിങ് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ എല്ലാ ബ്രാൻഡ്സും അവൈലബിൾ ആണോ? ഡീറ്റെയിൽസ് എന്ന് പറയാമോ? നമുക്ക് എല്ലാ ബ്രാൻഡ്സും അവൈലബിൾ ആണ്. നമുക്ക് സ്റ്റാർട്ടിങ് വരുമ്പോഴത്തേക്കും 7,900 തൊട്ട് സ്റ്റാർട്ടിങ്. 7,900. അത് ഏത് ബ്രാൻഡിൻ്റെയാണ്? നമുക്ക് പല മോഡൽസ് വരുന്നുണ്ട്. സാംസങ് വരുന്നുണ്ട്, റിയൽമി വരുന്നുണ്ട്, അങ്ങനെ അത്യാവശ്യം എല്ലാ ബ്രാൻഡ്സും വരുന്നുണ്ട്. EMI കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്? എല്ലാത്തിനും നമുക്ക് അവൈലബിൾ ആണ്. എല്ലാത്തിനും അവൈലബിൾ. അതുപോലെ തന്നെ ഐഫോൺസ് എല്ലാം അവൈലബിൾ ആണ് അല്ലേ? അവൈലബിൾ ആണ്. അതുപോലെ തന്നെ സാംസങ് അൾട്ര ഇപ്പോൾ എല്ലാവരും അതിൻ്റെ പുറകെയല്ലേ? അപ്പോൾ അതൊക്കെയോ? നമുക്ക് അത്യാവശ്യം നല്ല എല്ലാ സ്പെക്കും വരുന്ന മോഡൽസ് നമുക്ക് ഷോപ്പിലുണ്ട്. നമ്മൾ സ്റ്റോക്ക് അനുസരിച്ച് എടുത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ. ശരി. അതുപോലെ തന്നെ ബാക്കിയുള്ള ഗാഡ്ജറ്റ്സ്, ആക്സസറീസ് കാര്യങ്ങളെല്ലാം ഉണ്ടല്ലേ? എല്ലാം. സോ നമ്മുടെ ഇന്നത്തെ പോച്ചയിൽ ഹോം ഷോപ്പിയുടെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ഡിഫറെൻറ്റ് മോഡൽസും ഒക്കെ ആയിട്ടുള്ള നമ്മുടെ ഹോം അപ്ലയൻസസിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു. സോ യെസ്, ബൈ. ഹാപ്പി ലാൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് തിരുവനന്തപുരം. Alia, Kerala's largest EduHealth campus, offers various UG and PG courses. Alia, a place for quality learning. പെരിയാർ റൈസ്, പാരമ്പര്യത്തിന്റെ തനതായ രുചി, ആരോഗ്യത്തിന്റെ മികവാർന്ന ചേരുവകൾ, മലയാളിയുടെ മറ്റ് വിശിഷ്ട പ്രാതൽ വിഭവങ്ങളും. പെരിയാർ റൈസ്. ഹായ്, ഹലോ, നമസ്കാരം. സ്മൈൽ ഹൈപ്പർ മാർക്കറ്റ് ബക്രീദ് വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് എത്തി നിൽക്കുന്നത് കണ്ണൂർ ജില്ലയിലെ വാരത്താണ്. അങ്ങനെ സ്മൈൽ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഒരു കിഡിലൻ ഷോറൂമിലാണ്. കഴിഞ്ഞ 6 വർഷക്കാലമായിട്ട് പ്രവർത്തനം ആരംഭിച്ച ഈ ഒരു സംരംഭം ഏകദേശം ഇന്ന് 4ഓളം ബ്രാഞ്ചസ് ആയിട്ടാണ് എത്തി നിൽക്കുന്നത്. എന്തായാലും നമുക്ക് ഇവരുടെ പെരുന്നാൾ വിശേഷങ്ങളിലേക്ക് പോകാം. ശരിക്കും കണ്ണൂർ വാരത്ത് ഇത്രയും വലിയൊരു ഹൈപ്പർ മാർക്കറ്റ് തുടങ്ങാനുണ്ടായ ഒരു സാഹചര്യം എന്തായിരുന്നു?
സാഹചര്യം എന്ന് വെച്ചാൽ നമ്മൾ 2018 നമ്മൾ ഈ ഹൈപ്പർ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ സ്മൈൽ ഹൈപ്പർ മാർക്കറ്റ് തുടങ്ങാൻ നമ്മളെല്ലാവരും ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്ത ആൾക്കാരാണ്. നമ്മൾ മാനേജ്മെൻറ്റ് പാർട്ട്നേഴ്സൊക്കെ ഈ ഒരു NREയിൽ വർക്ക് ചെയ്ത ആൾക്കാരായതുകൊണ്ടാണ് നമ്മൾ ഈ സംരംഭം തുടങ്ങാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മൾ 2018 വലിയന്നൂർ സ്മൈൽ ഹൈപ്പർ മാർക്കറ്റ് ഓപ്പൺ ആക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ 2019 പിന്നെ നമ്മൾ സ്മൈൽ ഹൈപ്പർ മാർക്കറ്റ് കമ്പിൽ രണ്ടാമത്തെ ബ്രാഞ്ച് ഓപ്പൺ ആക്കി. അത് കഴിഞ്ഞ് നമ്മൾ മൂന്നാമത്തെ ഒരു ബ്രാഞ്ച് നമ്മൾ ഏറ്റവും വലിയ പ്രീമിയം ഷോപ്പായ സ്മൈൽ ഹൈപ്പർ മാർക്കറ്റ് വാരത്ത് നമ്മൾ ഓപ്പൺ ആക്കി. കൂടാതെ പിന്നെ ഒരു എക്സ്പ്രസ് സ്മൈൽ എക്സ്പ്രസ് നമ്മൾ തലശ്ശേരി ബ്രാഞ്ച് ഓപ്പൺ ആക്കി. അപ്പോൾ നമ്മൾ 2024 അടുത്ത മാസം നമ്മൾ സ്മൈൽ ഹൈപ്പർ മാർക്കറ്റ് കക്കാടും കൂടി നമ്മൾ ഓപ്പൺ ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മൾക്ക് 1 ലക്ഷത്തിൽ പരം കസ്റ്റമർ, ഹാപ്പി കസ്റ്റമർ നമുക്കിപ്പോൾ നിലവിലുണ്ട്. അപ്പം ഇപ്പം നമുക്ക് നല്ലൊരു സർവീസ് തന്നെയാണ് നമ്മൾ കസ്റ്റമറിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഭാവിയിൽ ഫ്രാഞ്ചൈസീസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നെക്സ്റ്റ് മന്ത് നമ്മൾ കക്കാട് ഒരു ഹൈപ്പർ മാർക്കറ്റ് പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളൊരു ഫ്യൂച്ചർ ഒരു പ്ലാൻ ഉണ്ട്. നമ്മളൊരു റെഡിമെയ്ഡും കൂടി ഫാഷൻ കൂടി നമ്മളൊന്ന്, അതായത് ഫാഷൻ ലോകത്തേക്ക് കൂടെ ഒന്നും കൂടി കലവെക്കാനുള്ള ഒരു ഇതും കൂടി. അത് ബേസിക് കണ്ണൂർ തന്നെ ആയിരിക്കും. ബേസിക് ഇപ്പം കണ്ണൂർ തന്നെയാണ്. ഇവരാണ് ഈ ഒരു സംരംഭത്തിൻ്റെ ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്നത്. കാര്യം ഇവരാണ് കസ്റ്റമേഴ്സുമായിട്ട് ഡീൽ ചെയ്യുന്നത്, ഇവരാണ് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് എല്ലാ ആവശ്യങ്ങളും അല്ലേ അറിയുന്നത്. അപ്പോൾ ശരിക്കും എന്താണ് നമ്മുടെ ഈ ഒരു സംരംഭത്തെക്കുറിച്ച് പറയാനുള്ളത്? വളരെ നല്ലൊരു സംരംഭമാണ്. മാനേജ്മെൻ്റ് ആയാലും സ്റ്റാഫായാലും ഞങ്ങൾ ഇവിടെ ഒരു നല്ലൊരു ഫാമിലി പോലെയാണ് കഴിയുന്നത്. അപ്പോൾ ശരിക്കും ഒരു കുടുംബം പോലെ, ഒരു കുടുംബം തന്നെ പോലെയല്ല, ഒരു കുടുംബമായിട്ട് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആണോ? നമ്മുടെ മാനേജിങ് ഡയറക്ടേഴ്സും അങ്ങനെ നല്ല ഫ്രണ്ട്ലിയാണ്, എല്ലാവരും നല്ല ഫ്രണ്ട്ലിയാണ്. എന്താണ് എത്ര നാളായിട്ട് ഇവിടെ വരുന്നത്? 2-3 ഇയേഴ്സായിട്ട് ഇവിടെ 2-3 ഇയേഴ്സായിട്ട് വരുന്നുണ്ട്. എന്താണ് ഇവിടെ തന്നെ ചൂസ് ചെയ്യാനുണ്ടായ ഒരു റീസൺ? അല്ല, ഇവിടെ മൊത്തമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെ എടുക്കുക. അതുപോലെ ക്വാളിറ്റി, പ്രൈസ് അതൊക്കെ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള സാധനം. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചൂസ് ചെയ്യാനുണ്ടായ കാര്യം. എത്ര നാളായിട്ട് ഇവിടുത്തെ കസ്റ്റമറാണ്? ഇവിടെ 3 കൊല്ലമായി. എന്താണ് ഈ ഒരു ഇത്രയും വലിയ ഈ ഒരു ഹൈപ്പർ മാർക്കറ്റ് ചെന്ന് ചൂസ് ചെയ്യാനുണ്ടായ കാര്യം? നമ്മൾ സാധനം ഷോപ്പ് തുടങ്ങിയാൽ ഇവിടെ തന്നെ എടുക്കുന്നു. കാരണം നല്ല ഡെലിവറിയാണ്, പിന്നെ സാധനം ക്വാളിറ്റി ഉണ്ട്, പിന്നെ നമുക്ക് ആവശ്യത്തിന് ഡിസ്കൗണ്ടും കാര്യമൊക്കെ കിട്ടുന്നുണ്ട്. അപ്പം സമയത്ത് തന്നെ ഒരു സാധനം എത്തിക്കുന്നുണ്ട്. പറഞ്ഞ ഓർഡർ കൊടുത്താലും എപ്പം ഓർഡർ കൊടുത്താലും ആ സമയത്ത് സാധനം എത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ നമുക്ക് വേറെ ഷോപ്പിലേക്ക് പോകേണ്ട ആവശ്യമില്ല, എല്ലാം ഇവിടെ തന്നെ അവൈലബിൾ, എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ക്വാളിറ്റിയും അതുപോലെ തന്നെ വെജിറ്റബിൾസ് ഒക്കെ നല്ല ഫ്രഷ് ആണ്. ഫ്രഷ് രാവിലെ തന്നെ എടുക്കുന്നത് നമുക്ക് ഫ്രഷ് ആയിട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ. അപ്പോൾ എന്തായാലും ഒരു വാല്യുബിൾ ആയിട്ടുള്ള ഒരു കസ്റ്റമറാണ്. സ്ഥിരമായിട്ട് എടുക്കുന്നുണ്ട്. ഇവിടെ 3-4 ഷോപ്പ് ഇവർ തന്നെ ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നു. ആണല്ലേ? സാധനം ഇവരെ മയിലാണെങ്കിലും അതുപോലെ അല്ല കമ്പിലാണെങ്കിലും വലിയതാണെങ്കിലും നമ്മൾ അവിടെ നിന്നൊക്കെ പർച്ചേസ് ചെയ്തിരുന്നു. ഇവിടെ തുടങ്ങിയാലും ഇവിടത്തേക്ക് മാറ്റിയതാണ്. ഇവരുടെ ഷോപ്പ് തന്നെയാണ് നമ്മൾ ചൂസ് ചെയ്തത്. ഓക്കെ. ഇപ്പോൾ ശരിക്കും എന്താണ് ഈ ഒരു സ്ഥാപനം തന്നെ ചൂസ് ചെയ്യാനുണ്ടായ റീസൺ? മെയിൻലി ഇത് അടുത്താണ്, നമുക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ ഇപ്പോൾ ഓഫേഴ്സ് എല്ലാം ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് അവർ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ട് നമ്മൾ അറിയിക്കും. അപ്പോൾ ഇവിടെ ഈ അവർലി വരുന്ന ഓഫേഴ്സൊക്കെ മാക്സിമം എക്സ്പ്ലോർ ചെയ്യാറുണ്ടോ? മോസ്റ്റ്ലി എക്സ്പ്ലോർ ചെയ്യാം. ത്രൂ ഇപ്പോൾ എൻ്റെ ഏച്ചി ആണെങ്കിൽ ഇപ്പോൾ അടുത്ത് തന്നെ ഉണ്ട്. അന്നേരം അവർ പറയും ഇങ്ങനെ എന്തെങ്കിലും ഓഫേഴ്സ് ഉണ്ടെങ്കിൽ അവർ പറയും, ത്രൂ ആയിട്ട് ഇങ്ങനെ വന്നിട്ട് അറിയും. പിന്നെ ഓഫേഴ്സ് എല്ലാം അഫോർഡബിളാണ് കൂടുതലും. ഓക്കെ. അതുപോലെ തന്നെ ഇപ്പം ഈ ഹോം ഡെലിവറി സർവീസസ് ഒക്കെ ഉണ്ട്, അതൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടോ? അത് 2-3 പ്രാവശ്യം യൂസ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ട്? സാറ്റിസ്ഫൈഡ് ആണോ? സാറ്റിസ്ഫൈഡ്. എടുത്ത കസ്റ്റമേഴ്സ് ആയാലും സാറ്റിസ്ഫൈഡ്. ഓക്കെ, താങ്ക് യു. സ്മൈൽ ഹൈപ്പർ മാർക്കറ്റിൻ്റെ പെരുന്നാൾ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പെരുന്നാൾ ആശംസകൾ. ബൈ. ലോകമെമ്പാടുമുള്ള എല്ലാ പ്രേക്ഷകരും ബക്രീദ് ആഘോഷിക്കുകയാണെന്നറിയാം. ഒരിക്കൽ കൂടി ഞങ്ങളുടെ വക എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ബക്രീദ് ആശംസകൾ. ഇനി വലിയ പെരുന്നാൾ 2025 നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം. ഹാപ്പി ലാൻഡ് പ്രസൻസ് വലിയ പെരുന്നാൾ 2024. ഹാപ്പി ലാൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് തിരുവനന്തപുരം. Powered by Cubes International Group. Co-powered by Pochil Jewelry. Co-presents Ahilya School of Engineering and Technology. This program is brought to you by Happy Gold.